Magic morning. Magic Mom. Magic morning. കഴിഞ്ഞോ? എല്ലാവരും റെഡി അല്ലേ? മെഡിറ്റേഷന് വേണ്ടിയിട്ട്? സോറി, ക്ലാസ്സിന്. ഓക്കെ. മാജിക് മോർണിംഗ് ഡിയേഴ്സ്. ബിമാജിക്കിന്റെ 2355 ദിവസമായ ഇന്ന് ബിമാജിക് സൂം മീറ്റിലേക്ക് ബിമാജിക് ഫോണ്ടേഴ്സ്, എനർജറ്റിക് ലീഡേഴ്സ്, ഡിയർ മെമ്പേഴ്സ്, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. JCI ഇന്ത്യ സോൺ ട്രെയിനറും കോർപ്പറേറ്റ് കൺസൾട്ടന്റുമായ അബ്ദുൽ റഹ്മാൻ സാറാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്ന ടോപ്പിക് എലിവേറ്റർ പിച്ച്. സോ ഐ ആം വെൽക്കമിങ് അബ്ദുൽ റഹ്മാൻ സാർ ടു ദിസ് സെഷൻ. സർ. Thank you. Good morning, all. Morning, sir. morning, sir. Good morning, sir. Okay. നമുക്ക് എന്തായാലും ജസ്റ്റ് വിത്ത് സ്ലൈഡ് ഷോ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഹോസ്റ്റ് എനിക്ക് ഷെയറിങ് എനേബിൾ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, എന്തായാലും ഷെയറിങ് ശരിയാകുന്നവരെ എലിവേറ്റർ പിച്ച് അറിയുന്ന എത്ര ആളുകളുണ്ട്? ഇതിന്റെ മുന്നേ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വൈന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക. ഇല്ലാത്തവരാണെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി. വായിച്ചിട്ടുണ്ട്. ഓക്കെ, വായിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ എല്ലാവരും കുറെ പേര്, 2-3 പേര് കേട്ടിട്ടില്ല, ന്യൂ ടോപ്പിക് ആണ് എന്ന് പറയുന്നത്. എലിവേറ്റർ പിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു ഡ്രീം കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ പെട്ടെന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലോ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ജോബോ കാര്യങ്ങളോ നോക്കുന്ന ആളാണെങ്കിൽ, ആ ഒരു ഇപ്പൊ ഏതെങ്കിലും നമുക്ക് അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി, അതിന്റെ ഒരു സിഇഒനെ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്പോട്ടിൽ വെച്ച് കാണാം. ഇപ്പോ ഒരു എലിവേറ്ററിൽ, ഒരു ലിഫ്റ്റിൽ വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ, അപ്പോ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഒന്ന് ഇതിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലുണ്ട്. സന്തോഷം. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോ ലിഫ്റ്റിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1 മിനിറ്റ് ഒക്കെ കിട്ടിയെന്ന് വരും. അപ്പോ ആ ഒരു 30 സെക്കൻഡിൽ നിങ്ങൾ സന്തോഷിച്ച് നിൽക്കേ ഉള്ളൂ, അതോ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമോ? സംസാരിക്കാൻ ആഗ്രഹം എനിക്ക് വോയിസ് ഒന്ന് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? ഇടയ്ക്ക് സൗണ്ട് കുറച്ച് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ക്ലിയർ അല്ല. ഓക്കെ, എന്താണ് നിങ്ങൾ ആ സമയത്ത് സംസാരിക്കാൻ ശ്രമിക്കുക? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, എന്തായാലും പല ആളുകളും ഇപ്പൊ അതിലിപ്പോ എക്സൈറ്റ്മെന്റ് എന്നൊക്കെ സംഭവം പറയണ്ടായിരുന്നു. എക്സൈറ്റ്മെന്റ് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ നമുക്ക് കാണുമ്പോ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സംഭവം വരുമ്പോ നമ്മൾ ചിലപ്പോ ഒന്ന് ഫ്രീസായി നിൽക്കും. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് മുംബൈയിൽ പോയ സമയത്ത് അവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഹോട്ടലിൽ ലിഫ്റ്റിൽ വെച്ചിട്ട് വീരേന്ദ്ര സെവാഗിനെയും അതേപോലെ അന്ന് ദ്രാവിഡ് ആണെന്നാണല്ലോ അവർ രണ്ടുപേരെ കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇവർ ലിഫ്റ്റിൽ കയറിയ സമയത്ത് കണ്ടപ്പോ
ഇവർക്ക് ആ ഇതില് ഏകദേശം ഒരു മിനിറ്റോളം ഉണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ചോദിക്കാനുള്ള ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതില്ല. കാരണം ഒന്ന് ഫ്രീസ് ആയി പോയി എന്നാണ് അവര് പറയാറുള്ളത്. അപ്പോ നമുക്ക് ഇപ്പൊ കുറെ ടാലന്റ് കാര്യങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഇപ്പോ ഇതിൽ പല ആളുകളും ചിലപ്പോൾ പ്രൊഫഷണൽസ് ഉണ്ടാകാം, ചിലപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാകാം, ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാകാം. അപ്പോ നമുക്ക് ടാലൻസ് കുറെ ഉണ്ടാവും. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പറഞ്ഞാല് നമുക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്കൊരു സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോ എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ നിങ്ങളിപ്പോ ഒരു ജോലി നോക്കുന്ന ആളുകളായിരിക്കാം. ഒരു ജോലി നോക്കുന്ന ആള് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടർ പെട്ടെന്ന് എവിടെങ്കിലും വെച്ചിട്ട് ഇപ്പൊ എയർപോർട്ടിലോ എവിടെങ്കിലും വെച്ചിട്ട് സംഭവം കാണുകയാണ്. അപ്പൊ നേരിട്ട് ആളെടുത്ത് ഞാൻ ജോലി നോക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ജോലി നോക്കുന്നുണ്ട് എന്ന് പറയുന്നതും അതല്ല, ഞാൻ ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ഇന്ന സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ, അതായത് ഞാൻ ചെയ്ത വർക്കിന്റെ എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരട്ടെ എന്ന് പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസമാണ്. അപ്പോ അതുപോലെയാണ് ശരിക്ക് എലിവേറ്റർ പിച്ച് എന്ന് സംഭവം പറയുന്നത്. നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം നമുക്കൊരു 30 സെക്കൻഡോ ഇല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 60 സെക്കൻഡ്, ഒരു മിനിറ്റ് ഒക്കെ സംഭവം കിട്ടുന്നുണ്ടാകാം. ആ സമയത്ത് നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മളെ കുറിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മളെ കഴിവുകളെ കുറിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും ഓരോ കോൺവെർസേഷൻ എന്ന് പറയുന്നതും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് മറ്റുള്ളവരിൽ നമ്മൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോ അതിന് എങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ കഴിവുകളെ കുറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് 60 സെക്കൻഡിൽ നമ്മൾ എങ്ങനെ നമ്മളെ കുറിച്ചിട്ട് പറയാം എന്നുള്ളതാണ് എലിവേറ്റർ പിച്ച് എന്ന് സംഭവം പറയുന്നത്. നമുക്ക് ഇപ്പോ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓരോ കോൺവെർസേഷനും നമുക്ക് ഓരോ കിട്ടുന്ന ഓരോ ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കില്ലുകൾ, നമ്മളെ മറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത്. എന്താണ് എലിവേറ്റർ പിച്ച് എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് സംഭവം പറഞ്ഞത്. എലിവേറ്റർ പിച്ച് പറയുമ്പോൾ അതൊരു സ്പീച്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 30 സെക്കൻഡോ 60 സെക്കൻഡോ കിട്ടുക പറയുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പീച്ച് അല്ല. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞോളന്നില്ല. അവിടെ എന്താണോ നമുക്ക്, അതായത് പ്രസ് ചെയ്തിട്ട് എന്നല്ല, നമുക്ക് ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന പോയിന്റ്സ് എന്താണോ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ, അതായത് സിമ്പിൾ ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ട് പറയാനുള്ള നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നീട്ടി പറയാൻ ലിഫ്റ്റ് എലിവേറ്ററിലാണ് വേറെ ഇറങ്ങിപ്പോകും. അതല്ല, നമ്മള് അത്രയും അത്രയും നല്ല രീതിയിൽ ഒരു എക്സ്പ്രസ് ചെയ്ത് അത് ഇൻപുട്ട് കഴിഞ്ഞാല് അത് ചിലപ്പോൾ ചോദിക്കും കൂടുതലായിട്ട് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇരിക്കാം, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഈ ഒരു രീതിക്ക് നമ്മളൊരു സ്പാർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളത് പറയുമ്പോ അതിൽ നമ്മളെ പറ്റിയിട്ട് ഒരു കൂടുതലായിട്ടുള്ള സാധ്യത. അപ്പൊ എടുക്കുക എന്നുള്ളതാണ്. അപ്പോ പിച്ച് എന്ന് പറയുമ്പോ പിച്ച് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. ആണോ? കട്ടായി കട്ടായി കേൾക്കുന്നു. ഒരു
ഹലോ സർ, കേൾക്കാൻ കഴിയുന്നു? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ് സർ. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു 30 സെക്കൻഡിലോ 60 സെക്കൻഡിലോ കൃത്യമായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാ എന്നുള്ളതാണ്. എന്നാൽ അവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ അവരിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം ആ ഒരു സ്പാർക്കാണ് സംഭവം നമ്മളെ കുറിച്ചിട്ട് അവർക്ക് വീണ്ടും പറയാനുള്ള, അവർക്ക് കേൾക്കാനുള്ള ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ എലിവേറ്റർ പിച്ചിന്റെ ഏറ്റവും ഇതായിട്ടുള്ളത്, നമുക്ക് പിച്ച് ഡെക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നമ്മൾ സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങളൊക്കെ വരും പറഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പിച്ച് ഡെക്ക് എന്നുള്ള ഇതുണ്ടാവും. കാരണം അതിൽ എന്തുണ്ടാകുക വെച്ചാൽ സിമ്പിൾ ആയിട്ട്, അതായത് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ. നമ്മളെ അതിന്റെ കമ്പനി എന്താണെന്നുള്ളതും ആ കമ്പനി സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്നുള്ളതും, ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ ഈ കമ്പനിക്ക് എത്രത്തോളം നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് എത്രത്തോളം ഫീസിബിൾ ആയിട്ട് ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് പിച്ച് ഡെക്കിൽ ഉണ്ടാകുക കമ്പനിയുടെ കേസിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒരു നമ്മളെ പേഴ്സണൽ ഇതിലാണെങ്കിലും നമ്മളൊരു പിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചിട്ട് കൃത്യമായിട്ട്, അതായത് ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ മറ്റൊരാളിൽ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുത്ത് അവരിൽ മാക്സിമം ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് അവർ നമ്മളെ കുറിച്ചിട്ട് ഓർക്കാനുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എലിവേറ്റർ പിച്ച് എന്നുള്ളതിന്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഉള്ളത്. പിന്നെ ഇതിൽ എലിവേറ്റർ പിച്ച് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ പല സിനിമകളിലായിട്ടൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോ സിനിമയുടെ വല്ല സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ വല്ല ഡയറക്ടേഴ്സിനൊക്കെ കാണാൻ പോകുന്നത്, ആ ഡയറക്ടേഴ്സിനൊക്കെ കാണാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള സിനിമയുടെ കഥ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട്, ചിലപ്പോൾ അവർക്ക് വല്ല ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ വല്ല സിനിമ സെറ്റിന്റെ ഇടയിലുള്ള ചെറിയ ഇടവേളകളിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ആ കിട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ഒരു മിനിറ്റിലോ 2 മിനിറ്റിലോ ആ സിനിമയുടെ മൊത്തം കഥ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ശരിക്ക് പണ്ടൊക്കെ പറഞ്ഞാല് ഹോളിവുഡിലൊക്കെ സംഭവം ഉണ്ടായിരുന്നു. ഹോളിവുഡിലൊക്കെ പറഞ്ഞാൽ, ഹോളിവുഡ് എന്നല്ല എല്ലാ സിനിമയിലും ഉള്ളതാണ്, ഡയറക്ടേഴ്സിന്റെ പിന്നാലെ നടക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അവർക്ക് കൂടുതൽ സമയങ്ങൾ കിട്ടില്ല, കുറെ സ്ക്രിപ്റ്റുകൾ കാര്യങ്ങൾ റൈറ്റേഴ്സ് വരുന്നുണ്ടാവും. ഇവർക്ക് ഇതൊന്ന് എത്രയും പെട്ടെന്ന്, അതായത് ഇവർക്ക് ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് എങ്ങനെ പെട്ടെന്ന് ആ ഒരു ഡയറക്ടറെ അതിലേക്ക് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇപ്പോ ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും ഇത് പ്രൊഡ്യൂസർ അടുത്ത് പോകുമ്പോഴും ഇതേ രീതിയിലായിരിക്കും. അപ്പോ ഇതാണ് ഇതിൽ നമുക്ക് ഏറ്റവും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് സംഭവം വരുന്നത്. കാരണം പണ്ട് ഹോളിവുഡിലൊക്കെ സംഭവം പറയുന്നുണ്ട്, എലിവേറ്റർ റൈഡിൽ വെച്ചിട്ടാണ് ആളുകളൊക്കെ ഈ ഡയറക്ടേഴ്സിനൊക്കെ, ഹോളിവുഡിലുള്ള ആളുകൾ സംഭവം കാണുക ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒഴിവാക്കിയിട്ട് പുറത്ത് പോകാൻ കഴിയും, പക്ഷെ എലിവേറ്ററിൽ ഇപ്പോ ലിഫ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ പുറത്തിറങ്ങാനുള്ള വകുപ്പില്ല. കാരണം അത് എവിടെയാണ് എത്തുന്നത് അവിടെ എത്തിയിട്ട് മാത്രമല്ലേ കഴിയുള്ളൂ. അപ്പോ ആ സമയത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ നമ്മളൊക്കെ നാട്ടിലിറങ്ങി നമുക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള മറ്റു പല അവസരങ്ങളുണ്ടാകും. കാരണം നമ്മളിപ്പോ വല്ല കല്യാണത്തിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സംസാരിക്കണമെന്ന് കരുതുന്ന ഒരാളെ ചിലപ്പോൾ കിട്ടും. അതേപോലെ ചില വല്ല കോൺഫറൻസിനോ അല്ലെങ്കിൽ വല്ല സെമിനാറിനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കാണാം, അങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ കാണാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ പല കോൺഫറൻസിനും വല്ല ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിൽ ചിലപ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ അത്രയും കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ആ ആളുകളൊക്കെ പറഞ്ഞാല്
അവരിപ്പോ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 30 സെക്കൻഡിലോ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിലോ ജസ്റ്റ് അവരുടെ ഒന്ന് ചിലപ്പോൾ സംസാരിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് മാക്സിമം സിമ്പിൾ ആയിട്ട് എന്നാ അത്ര എഫക്റ്റീവായിട്ട് നമ്മൾ പറയാ എന്നതാണ്. ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വല്ല യാത്രക്ക് പോകുന്ന സമയത്ത് ആളുകളൊക്കെ ചിലപ്പോൾ കാണാം, കഫേയിൽ വെച്ചിട്ട് കാണാം, പിന്നെ ഇതിലൊക്കെ ആയിട്ട് പലയിടത്തും വെച്ചിട്ട് കാണാം. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മള് ഒന്നും ആലോചിക്കാതെ പോയിരുന്നിട്ട് പെട്ടെന്ന് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് ഒന്നും പറയാൻ കഴിഞ്ഞോളന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അതായിരുന്നു പറയേണ്ടിയിരുന്നത്, നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ എന്നുള്ളത് തോന്നും. അപ്പോ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പിച്ച് ആദ്യം എപ്പോഴും ഉണ്ടാക്കി എഴുതി വെക്കുക എന്നുള്ള. എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അത് നീട്ടി വലിച്ചിട്ടൊരു 1 മിനിറ്റിൽ പടപട വെച്ചിട്ട് സ്പീഡിൽ സംസാരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പാരഗ്രാഫോ അങ്ങനെ കാര്യങ്ങൾ എഴുതാതെ അതിന് പകരം ജസ്റ്റ് നമ്മളെ കുറിച്ചിട്ട് നമുക്ക് എന്താണോ സ്കില്ല് ഇല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് എന്താണോ വ്യത്യസ്തമാക്കി നിർത്തുന്നത് വെച്ചാല് അതിന്റെ ഒരു ഇതാക്കിയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. സ്വാഭാവികമായിട്ട് ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നതാണ്. ഇനി എന്തായാലും നമുക്ക് ഇതിൽ പറയുമ്പോൾ ഇതിലുള്ള ആളുകളുടെ ജസ്റ്റ് നെയിമും അവരുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ്, ഓണ്ടർപ്രണർ ആണെങ്കിൽ ഓണ്ടർപ്രണർ, അതും അതേപോലെ തന്നെ അവരുടെ ഡ്രീം ഓപ്പർച്യൂണിറ്റി, അവർക്ക് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതാം. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരാളെ കാണണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്താൽ. ഒരാൾ മാത്രം ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ആരതി. ഗുഡ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. അഞ്ച് പേര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, അതായത് നമുക്കൊരു ഡ്രീം ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ, അതിന് അത് എന്താണെന്ന് കൂടി ഷെയർ ചെയ്താലും നന്നായിരുന്നു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും എന്നുള്ളത് അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും, സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഇതില് ഫൈനൽ ഇയർ ബി എ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ആരതി, നമ്മള് ഇപ്പൊ ലിറ്ററേച്ചർ കഴിഞ്ഞു, നമ്മളെ ഇപ്പൊ ഫൈനൽ ഇയർ ആണ്, നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വല്ല ജോലി നോക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആകണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോ ആ രീതിയിലാകുമ്പോൾ നമുക്ക് നമ്മൾ ഒരാളെ കാണണം. ആളെ കണ്ടാൽ നല്ല ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഒരു മാനേജറോ ഇല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറോ അങ്ങനെ ആരെങ്കിലും ഒരാളാണ്, അവരെ കാണണം.
അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു അവസരം നമുക്ക് അവിടെ ജോലിക്കുള്ള ചാൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതല്ല ഇനിയിപ്പോ ഒരു പ്രൊഫഷണലാണ്, നമ്മളൊരു ബിസിനസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ബ്രാൻഡോ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല നമ്മള്. നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, നമുക്കൊരു വിഷൻ ഉണ്ടാവും, ഇന്നതായി തീരണമെന്നുള്ളത്. ആ ഒരു ആയി തീരേണ്ട അതിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിലേക്കൊരു പോയിന്റ് ഇടാൻ കഴിയുന്ന ആളുണ്ട്. ആ ആള് ആരാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് ആരായിരിക്കും, അതാണ് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. MA യൂസുഫ് അലി സാർ, അത് നല്ലൊരു നമുക്ക് ഇതുപോലുള്ള ആളുകളെ, അതായത് ഇപ്പോ യൂസുഫ് അലി സാറിനൊക്കെ നമുക്ക് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ജോലിക്കായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ണർഷിപ്പ് എന്നല്ല, എന്തെങ്കിലും ജോലിയോ, അല്ലെങ്കിൽ അവരിപ്പോ ഓൾറെഡി അവർ ചെയ്യുന്നതാണെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഇപ്പോ യൂസുഫ് അലി സാറിനെ കണ്ടാൽ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നുള്ളത്. കാരണം നമ്മൾ വാരി വലിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇവിടുന്നാണ്, അത്ര കാലമായി എന്ന് പറയുന്നതിന് അപ്പുറത്ത് എനിക്ക് ഇത്ര സ്കില്ലുണ്ട്, ഞാൻ ഇന്നത് കഴിഞ്ഞാണ്, എനിക്ക് ഇത്ര സ്കില്ലുണ്ട്, എനിക്ക് കമ്പനിയിൽ കയറാണെങ്കിൽ ഇന്ന സംഭവങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ പറഞ്ഞാല്, കാരണം അതിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു 30 സെക്കൻഡിൽ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ മാറാൻ സാധ്യത ഉണ്ട്. ആ ഒരു രീതിയാണ് സംഭവം പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഇപ്പോ പിച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ശ്രദ്ധ ഉണ്ടാവില്ല. അത് അറ്റൻഷൻ കിട്ടാൻ വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പോ പല ആളുകൾക്കും പല പരിപാടികളായതുകൊണ്ട് തന്നെ അറ്റൻഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിന് പകരം വളരെ ഷോർട്ട് ആക്കിയിട്ട് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക. കൂടുതൽ കുറെ കാര്യങ്ങൾ പറയാതെ, കുറെ ഓപ്ഷൻസ് കാര്യങ്ങൾ പറയാതെ വളരെ ഷോർട്ട് ആക്കിയിട്ട് മാത്രം പറയണമെങ്കിൽ അതായിരിക്കും വളരെ നല്ലത്. പിന്നെ അതൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്, ഇഫ് യു കാൺട്ട് എക്സ്പ്ലെയിൻ യുവർ വാല്യൂ ഇൻ 30 സെക്കൻഡ്സ് ദ മാർക്കറ്റ് അസ്യൂംസ് യു ഹാവ് നൺ. അതായത് 30 സെക്കൻഡിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, അതായത് മറ്റുള്ള ആളുകൾ നിങ്ങളൊന്നുമല്ല എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് നമ്മളെ പറ്റി പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും സംഭവം കാര്യമില്ല. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ BNI എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ ജേക്കോം, ഇതൊക്കെ പക്ക ബിസിനസ് മാത്രമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ്, ബിസിനസ് ഡെവലപ്മെന്റ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടി. അപ്പോ അതിലൊക്കെ പറഞ്ഞാല് നമുക്ക് വീക്കിലി മീറ്റിംഗ് ഉണ്ടാവും, എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗിൽ നമുക്ക് നമ്മളെ ബിസിനസിനെ കുറിച്ചിട്ട് പറയാനുള്ള ആകെയുള്ള ഒരു അവസരം പറഞ്ഞാല് 30 സെക്കൻഡ് മാത്രമാണ്, 30 സെക്കൻഡ്സ് മാത്രം. ഒരു ആഴ്ചയിൽ നമ്മളെ ബിസിനസിനെ കുറിച്ചിട്ട് 30 സെക്കൻഡ്സ് പറയാനുണ്ടാവും. പക്ഷെ ആ 30 സെക്കൻഡ് നമ്മൾ എത്ര മാക്സിമം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, അത് മറ്റുള്ള എല്ലാവരും ഇംപ്രഷൻ ഉണ്ടാക്കും, അവരുടെ എപ്പോഴും ആ ഒരു മൈൻഡിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും ബാക്കി എല്ലാ ആളുകളാണെങ്കിലും ഈ ഒരു പിച്ച് എന്നുള്ള എലിവേറ്റർ പിച്ച് എന്നുള്ളതിലേക്കാണ് ഒതുങ്ങി വരുന്നത്. കാരണം എത്രയും ഷോർട്ടായിട്ട് മാക്സിമം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പറയാ എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾക്ക് ഒരു ജോബ് ഇന്റർവ്യൂല് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ആ ഒരു അതായത് നീട്ടി വെച്ച് കുറെ പറയാതെ പെട്ടെന്ന് പറയാൻ കഴിയണം. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകണം, ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മിനിറ്റ്, അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, ആ ഫസ്റ്റ് ഒരു മിനിറ്റിൽ നമ്മൾ എന്ത് പറയുന്നോ അതായിരിക്കും അവരുടെ ഇൻട്രസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വല്ല മീറ്റിങ്ങുകളിലോ വല്ല സെമിനാറിനോ ഇതിനൊക്കെ പോകുമ്പോൾ നെറ്റ്വർക്കിംഗ്, ആളുകളായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കലുണ്ട്. അപ്പൊ അങ്ങനത്തേലൊക്കെ പറഞ്ഞാല് കുറെ ആളുകളെ ചിലപ്പോൾ പരിചയപ്പെടുന്നുണ്ടാവും. പക്ഷെ അതിൽ നമ്മളെ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒന്നോ രണ്ടോ ലൈൻ വെച്ചിട്ടായിരിക്കും. അപ്പോ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോ നമ്മൾ പിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ സംഭവം ഇതായിട്ട് പറയാം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയാം. അപ്പോ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ നമ്മൾ ആരാണ്, ഹൂ ആകും, നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ പറയണം.
അതും ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ പറയണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടാകുമല്ലോ. നമ്മൾ എന്ത് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഒന്നുകിൽ സാറിനായിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു 1-to-1 മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കോളിന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോ ഫസ്റ്റ് നമ്മളെ കുറിച്ചിട്ട് പറയാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ചെയ്യും പറഞ്ഞാല് ഒരിക്കലും ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു പകരം, ഇപ്പോ എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഇത് പറയുകയാണെങ്കിൽ, ഞാൻ അബ്ദുറഹ്മാൻ ഇപ്പോ കോർപ്പറേറ്റ് കൺസൾട്ടന്റ് ആണ് എന്ന് പറയാം. അതേപോലെ തന്നെ ദേശീയ ഇന്ത്യ സോൺ ട്രെയിനറാണ്. ഞാൻ സ്റ്റാർട്ടപ്പുകളെ രജിസ്റ്റർ ചെയ്യലും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ലീഗലി അതിന്റെ സ്കെയിലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള എനിക്ക് പറയാം. അതായത് ഷോർട്ട് ആക്കിയത് അതെല്ലാം എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അതായത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്, ടാക്സ് അഡ്വൈസറി ചെയ്യുന്നുണ്ട്, ബിസിനസ് രജിസ്ട്രേഷൻസ്, ഇങ്ങനെ നീട്ടി വെച്ച് കുറെ കാര്യങ്ങൾ പറയുന്നതിന് പകരം ഏറ്റവും ഷോർട്ട് ആയിട്ട്, അതായത് ആ സിറ്റുവേഷനിൽ ആ ആളുടെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ക്ലിയർ ആയിട്ട് പറയാം. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലീഗലി അതിന്റെ സ്കെയിലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. പിന്നെ അടുത്തത് എനിക്ക് വേണ്ടത്, എനിക്കൊരു ജോബാണോ അവിടെ വേണ്ടത്, അതല്ല എനിക്ക് നിങ്ങളൊരു ക്ലയന്റ് ആയിട്ടാണോ വേണ്ടത്, അതല്ല നമ്മൾ തമ്മിലൊരു പാർട്ണർഷിപ്പ് വേണോ, അതല്ല സാറിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എനിക്ക് വേണ്ടത് എന്നുള്ളത് അടുത്തത് ക്ലിയർ ആയിട്ട് പറയണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് ഒരു മീറ്റിംഗ്, 1-to-1 മീറ്റിംഗ് തരാൻ പറ്റും, അതല്ല അല്ലെങ്കിൽ ഒരു കോള്, ഒരു 5-10 മിനിറ്റിന്റെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിൽ ഒരു കണക്ട്, അതുവഴി നമുക്കൊന്ന് കണക്ട് ചെയ്തൂടെ എന്നുള്ള രീതിക്ക് സംഭവം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആ രീതിയിലാവുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കി, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 30 സെക്കൻഡിൽ സംഭവം ഒതുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. പിന്നെ ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് എലിവേറ്റർ പിച്ച് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ആരാണ്, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്താ വേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്. അതില് നമ്മള് ഇതില് വാട്ട് യു ഡു എന്ന് പറയണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതിൽ നമ്മളെ സ്കില്ലാണെങ്കിലും നമ്മളെ എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ്, ഈ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പറഞ്ഞാല് ഏറ്റവും നമുക്ക് ക്ലിക്ക് ആകാൻ കഴിയുന്ന രീതിയിൽ, കാരണം അവരിൽ അതൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ സംഭവം പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ ഞാൻ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഇപ്പൊ ഞാൻ നോർമലി സംഭവം പറയുന്നുണ്ട്. ഞാൻ 2-3 ഗവൺമെന്റ് കമ്പനിയുടെ C&AG ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഏറ്റവും ടോപ്പ് ഹയർ ഒഫീഷ്യൽസിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. DGPയുടെ കൂടെ അടക്കം വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതൊരു ഇംപ്രഷൻ ഉണ്ടാക്കില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന നമുക്കുള്ള കഴിവ് നമുക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. നമ്മളെപ്പോഴും ക്ലിയർ ആയിട്ടായിരിക്കും പറയേണ്ടത്. എപ്പോഴും നല്ലൊരു പിച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ അത് ഏറ്റവും ഭയങ്കര സ്റ്റോറി ആയിട്ട് പറയുന്നതിന് പകരം ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് സംഭവം പറയാൻ കഴിയണം. പിന്നെ ഏറ്റവും നല്ല കോൺഫിഡൻസിൽ നിന്ന് പറയാൻ കഴിയണം. കാരണം നേരത്തെ ഞാൻ ചോദിച്ച പോലെ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് ചോദിച്ചപ്പോ എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഇതില്ലാതെ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരു ഇതിൽ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് പറയാം. നമ്മളെപ്പോഴും പിന്നെ പറഞ്ഞാല് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ക്ലിയർ ആയിട്ടില്ല നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ എപ്പോഴും ആ ഒരു ഡൗട്ട് ഉണ്ടാക്കാനും സാധ്യത. എന്തായാലും ഇതാണ് ഇപ്പോ ഞാൻ മുന്നത്തെ സ്ലൈഡ് എടുക്കാം. നമ്മളെ നെയിമും നമ്മുടെ ഗ്രീറ്റിംഗും ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ സ്കിൽ എന്താണോ, എക്സ്പീരിയൻസ് എന്താണോ, പ്രൊഡക്റ്റ് എന്താണോ, പിന്നെ നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ അതിന്റെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എവിടെ കണക്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് കോൾ ടു ആക്ഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, നിങ്ങളെ കുറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് പിച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക.
പേനും പേപ്പറും എടുത്തിട്ട് എഴുതിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകൾ അവരെ കുറിച്ചിട്ട് ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് ഒന്ന് പറയാം. നമ്മളെപ്പോഴും പിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആദ്യം ചെയ്യേണ്ട പറഞ്ഞാല് നമ്മളെ കുറിച്ചിട്ടുള്ള ഫുൾ ബാക്ക്ഗ്രൗണ്ട്, സ്കില്ലുകൾ, ഗോൾസ് എല്ലാം എഴുതുക. അതിനുശേഷം അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം സംഭവം നമ്മൾ പിച്ച് ചെയ്യാനില്ല. എന്തായാലും ഈ രീതിയിൽ ഒരു പിച്ച് നിങ്ങളെ കുറിച്ചിട്ട് തന്നെ എഴുതാം. അതായത് ഇതിലിപ്പോ സ്റ്റുഡൻസ് ഉണ്ടാകാം, ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാകാം, ജോബ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, നോക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ നിങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതൊന്ന് ജസ്റ്റ് ഒരു പെൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് എഴുതിയിട്ട് ഒന്ന് എഴുതും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ആളുകളെ നമുക്ക് ഷെയർ ചെയ്യാം. എഴുതുന്നവർക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അതായത് മൈ നെയിം ഈസ് പറഞ്ഞിട്ട് പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ ഐ ഹെൽപ്പ്, പിന്നെ എന്തിനാണ് ഐ ഹെൽപ്പ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ ഹെൽപ്പ് എന്താണോ ടു അച്ചീവ്, എങ്ങോട്ട് എത്തിച്ചേരാം, അതിനുള്ളത് എന്ത് അച്ചീവ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് പറയാം. പിന്നെ അത് കഴിഞ്ഞാൽ ഐ എം ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ഞാൻ ഒരു പാർട്ണർഷിപ്പിനാണ് അല്ലെങ്കിൽ ഒരു ജോബിനാണ് എന്നുള്ള രീതിക്ക് പറയാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയണ്ടല്ലോ, ഒന്ന് കണക്ട് ചെയ്തോളെ കോളിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ 1-to-1 മീറ്റിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റി. ആരെങ്കിലും എഴുതി കഴിഞ്ഞവരുണ്ടോ? നമുക്ക് എന്തായാലും കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ അവരെ കുറിച്ചിട്ടുള്ള ഒന്നിപ്പിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. ഹലോ സാർ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ.
Hi, my name is Devi. I'm from Nelamangad. I'm pursuing my degree in final year graduation at BA English Language and Literature. My dream is to clear SBI Probationary Office exam in my first attempt. I have skills in dancing, singing, and anchoring. I always like to communicate with people and create an energetic environment around me. Thank you. ഓക്കെ, മറ്റാരെങ്കിലും? കേൾക്കാമോ സാർ? പറഞ്ഞു. ഓക്കെ, ഐ എം ശൈല മോഹൻ, വർക്കിംഗ് അറ്റ് വോയിസ് ബ്രേക്ക് ആയിട്ടാണല്ലോ കേൾക്കുന്നത്. as a lecturer in വോയിസ് nursing ക്ലിയർ അല്ല. department. I have കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം മാം. ഹലോ, കേൾക്കാം മാം. കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നത്, പറഞ്ഞോളൂ. ഓക്കെ, വീടിനകത്താണെങ്കിലും റേഞ്ച് പല രീതിയിലാണ്. ഓക്കെ, ഐ ആം ശൈല മോഹൻ, വർക്കിംഗ് അറ്റ് ഗാന്ധിനഗർ, കോട്ടയം, ആൻഡ് in nursing department as a lecturer. I have more than 30 years experience in nursing school and in teaching. Now I am as a pregnancy care coach and a student counselor to help the pregnant ladies to lead a happy and stress-free life, and for the students to improve their memory and concentration for achieving high score in their academic performance. I am looking for partnership with your institution. Thank you very much. ഓക്കെ. ഇതിൽ ഈ രണ്ട് പിച്ച് സംഭവം പറഞ്ഞല്ലോ, ആരതി പറഞ്ഞു, അതുപോലെ തന്നെ ശൈല മാം സംഭവം പറഞ്ഞു. ഇതില് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഇപ്പോ ശൈല മാം സംഭവം പറയുന്ന സമയത്ത് ഒരു 2-3 പോയിന്റ് നോട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ പറഞ്ഞു, അതായത് ശ്രദ്ധിക്കുന്നത്. അതായത് 30 years എക്സ്പീരിയൻസ് എന്നുള്ളത് അതൊരു എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല, സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റുഡൻസിന്, അതായത് മെമ്മറി സംഭവങ്ങൾ കൂട്ടുന്ന കാര്യങ്ങൾ, അതും എല്ലാവരും സംഭവം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും സ്പെസിഫിക് ആയിട്ട് സംഭവം പറയണം. അപ്പോൾ ആരതി മാം പറഞ്ഞതും അവരുടെ ഇപ്പോഴുള്ള ഇത് വെച്ചിട്ടാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ രീതിയിലുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള സ്കില്ല് പറയാനും മാക്സിമം ശ്രമിക്കണം. അപ്പോ അതൊന്നുകൂടി നമുക്ക്, അതായത് ഇപ്പോ ഇതിൽ പറഞ്ഞാൽ ഇപ്പൊ ആകെ 1-2 മിനിറ്റ് കൊടുത്താൽ നമുക്ക് നമ്മളെ കുറിച്ച് പെട്ടെന്ന് പറയാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതിന്റെ ഫുൾ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമുക്ക് എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കി തീർക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം, എന്നിട്ട് അതിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ പറയേണ്ടത് അത് മാത്രം നോട്ട് ചെയ്ത് എഴുതുക. എന്തായാലും ഇനി സമയം ആയിട്ടുണ്ട്, അപ്പൊ കൂടുതൽ ഇതായിട്ട് പറയുന്നില്ല. ശരിക്കും പിച്ചൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു 20 മിനിറ്റിലോ 25 മിനിറ്റിലോ എടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല. കാരണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ സംഭവം കൂടുതൽ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൽ കൂടുതൽ ഇനിയും പറയാനുണ്ട്, നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നടക്കുന്നില്ല. എന്തായാലും ആരും ഇതുപോലെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ ആവാതിരിക്കുക. അപ്പൊ മാക്സിമം നമ്മളെ കുറിച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മളുടെ കഴിവുകൾ എന്താണ്, നമുക്ക് എന്തായി തീരണം എന്നുള്ളത് നമ്മളൊരു വിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൃത്യമായിട്ട് ഈ ഇത് എഴുതി വെക്കാൻ. എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നല്ല ടോണിലും ഒക്കെ സംസാരിച്ചാലാണ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നതും ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചിലപ്പോൾ പല രീതിയിലായിരിക്കും വരിക. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ കുറിച്ചിട്ടുള്ള പിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ എന്തായാലും എല്ലാവർക്കും നല്ല കരിയർ സെറ്റ് ആവട്ടെ, എല്ലാവർക്കും നല്ല ലൈഫിൽ സക്സസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
സെമിനാർ ഫീഡ്ബാക്ക് പറയാൻ സമയമുണ്ടോ സാറേ? പെട്ടെന്നൊന്ന് പറയാം അല്ലേ? 5 മിനിറ്റ് 2 മിനിറ്റും കൂടി ഉണ്ടല്ലേ? 5 മിനിറ്റും കൂടി നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടല്ലേ? പറഞ്ഞോട്ടെ. ഓക്കെ. ഫീഡ്ബാക്ക് എല്ലാവരും പെട്ടെന്ന് ഒന്ന് 2 വാക്കിൽ പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യാതെ. ഹലോ, ആരാണ് ആദ്യം ഫീഡ്ബാക്ക് പറയുക? മണി സാർ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. റഹ്മാൻ സാർ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എവിടെയെങ്കിലും ആരെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരാളെ കാണുമ്പോൾ എങ്ങനെ നമ്മളെ ജോലിയായാലും ശരി, ബിസിനസ് ആയാലും അത് എങ്ങനെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മൾ ആരാണ്, എന്തായിരിക്കണം, എന്തിനു വേണ്ടി എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പെട്ടെന്ന് വരുന്ന സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മളെ പറ്റിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ ഇതിലെ ഒരു ട്രെയിനിങ് മാതിരി നമുക്ക് കിട്ടിയത്. എന്തായാലും വളരെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. ഓൾ ദി ബെസ്റ്റ്. ശിലാമ. ഓക്കെ സാറേ, നമസ്കാരം. തീർച്ചയായിട്ടും ഇപ്പൊ ഈ വളരെ തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ ആർക്കും ആരെയും കേൾക്കാനോ കൂടുതൽ നമ്മൾ നീട്ടി പിടിച്ച് പറഞ്ഞാൽ ആർക്കും കേൾക്കാനുള്ള ഒരു മനസ്സും സൗകര്യവും അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷനും ഒന്നും ആർക്കും കാണത്തില്ലായിരിക്കും. അതാണല്ലോ നമ്മള് നമ്മുടെ റീൽസിലും മറ്റുമൊക്കെ 60 സെക്കൻഡോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ഇടുന്നത്, വളരെ റീച്ചിൽ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെ വളരെ പ്രയോജനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഒരു കാര്യം സംസാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്ലാരിറ്റിയോട് കൂടി, കോൺഫിഡൻസോട് കൂടി, അതുപോലെ തന്നെ കൺസൈസ് ആയിട്ട് വിത്തിൻ 30 അല്ലെങ്കിൽ 60 സെക്കൻഡിൽ സംസാരിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇംപ്രസ് ചെയ്യാനും നമുക്കൊരു നേട്ടം കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും സാർ ഇനിയും ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നും കൂടെ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞു. പിന്നെ അബ്ദുറഹ്മാൻ സാറേ, എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 ദിവസത്തെ 2 ദിവസത്തെ ട്രെയിനിങ് ആവശ്യമുള്ള സാധനമാണ്. 20 മിനിറ്റ് കൊണ്ട് ക്യാപ്സൂൾ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലല്ലേ, ക്യാപ്സൂൾ രൂപത്തിലാക്കിയിട്ട് തന്നത്. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാം കൊണ്ടും ഉഷാറാണ്. നല്ലൊരു വിഷയമാണ് ചർച്ച ചെയ്തത്. നമുക്ക് പഠിക്കാനുള്ള വിഷയം, ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരുന്നതുമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു. സാറേ എങ്ങനെ വേണ്ടിട്ട് ഓക്കെ സാർ, നല്ലൊരു പതിയൊരു സബ്ജക്റ്റ് ആയിരുന്നു സാർ. നല്ലൊരു സബ്ജക്റ്റ് ആണ്. അതായത് 30 to 60 സെക്കൻഡിനുള്ളിൽ, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരാശയത്തെ കുറിച്ച് സിമ്പിളായി പറഞ്ഞ് മറ്റുള്ളവരിൽ താല്പര്യം ജനിപ്പിച്ച് വലിയൊരു ചർച്ചയിലേക്ക് പോകുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് വേണ്ടി സമ്മാനിച്ച അബ്ദുൾ റഹ്മാൻ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു അബ്ദുൾ റഹ്മാൻ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു ഷമീമ. Thank you very much. Thank you.